ഹയർ സെക്കൻഡറി രണ്ടാം വർഷ കെമിസ്ട്രി പഠന പരമ്പരയിലെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അവസാന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷറും എന്നാൽ എന്തെന്ന് നമ്മളൊന്ന് പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദി എക്സസ് പ്രഷർ that must be applied from the solution side to just prevent the osmosis. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇനി എക്സ്പെരിമെൻ്റലി ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദിസ് ഓസ്മോട്ടിക് പ്രഷർ പൈ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷറാണ്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതായത് കോൺസെൻട്രേഷൻ കൂടിയാലും ഓസ്മോട്ടിക് പ്രഷർ കൂടും, ടെമ്പറേച്ചർ കൂടിയാലും ഓസ്മോട്ടിക് പ്രഷർ കൂടുന്നതായിട്ട് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ ഈസ് ഈക്വൽ ടു CRT. ഞാൻ ആർ എടുത്ത് ഇടയ്ക്ക് കൊടുത്തതിൻ്റെ കാര്യം നമുക്കൊരു പ്രൊണൗൺസ് ചെയ്യാൻ എളുപ്പമുണ്ട്. CRT നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് ആർ നടുക്കോട്ട് കൊടുത്തത്. വേർ ആർ ഈസ് എ കോൺസ്റ്റന്റ് കാൾഡ് സൊല്യൂഷൻ കോൺസ്റ്റന്റ്. നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആറ് പഠിച്ചിട്ടുണ്ട്. അതേ ആറ് തന്നെ പേര് വ്യത്യാസമുണ്ട്, പക്ഷേ വാല്യൂസ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു CRT എന്ന് വരുന്നു. വേർ C ഈസ് ദി കോൺസെൻട്രേഷൻ ഇൻ മൊളാരിറ്റി, R is the a constant called the solution constant, and T is temperature in Kelvin scale. ഇനി വീണ്ടും നമ്മൾ കോൺസെൻട്രേഷൻ നമുക്കറിയാം. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൊളാരിറ്റി ആണ്. മൊളാരിറ്റി ഈസ് ദി നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ഓഫ് എ സൊല്യൂഷൻ. അപ്പോൾ NB/VL into RT എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? NB എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ വോളിയം സൊല്യൂഷൻ ആണെങ്കിൽ ആറും ടിയും VLും കോൺസ്റ്റന്റ് ആയിട്ട് മാറും. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ദാറ്റ് പൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു NB. ദാറ്റ് ഈസ് osmotic pressure is directly proportional to the number of moles of solute or number of molecules. Hence this osmotic pressure can be considered as a colligative property. നമുക്കറിയാം colligative property ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സൊല്യൂട്ട് മോളിക്യൂളുകളുടെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഈ എക്സ്പ്രഷൻ നമുക്ക് കൃത്യമായി മനസ്സിലായി, പൈ പ്രൊപ്പോർഷണൽ ടു NB. സോ osmotic pressure can be considered as a colligative property. ഇനി വീണ്ടും നമുക്ക് അറിയാം, നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ ഏതൊരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റിന്റെയും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഡിറ്റർമിനേഷൻ ആണ് സൊല്യൂട്ടിൻ്റെത്. ഈ എക്സ്പ്രഷൻ നോക്കൂ. ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് പകരം നമുക്ക് എന്ത് എഴുതാം? NB എന്ന് പറഞ്ഞാൽ WB ഡിവൈഡഡ് ബൈ MB എന്ന് കൊടുക്കാം. ആറും ടിയും ഇവിടെ ഉണ്ട്, പിന്നെ VLും ഉണ്ട്. കണ്ടോ? അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിലേക്ക് നമുക്ക് വന്നെത്താൻ സാധിക്കും. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സൊല്യൂട്ടിന്റെ അൺനോൺ സൊല്യൂട്ടുകളുടെ മോളാർ മാസ് നമുക്ക് എന്ത് ചെയ്യാം? ഈസിയായി ഡിറ്റർമൈൻ ചെയ്യാം, പ്രൊവൈഡഡ് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം ഉണ്ടായിരുന്നാൽ മതി. ഇവിടെ ആറിന്റെ വാല്യൂ നമ്മൾ ഓർക്കുക. ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് സാധാരണ 0.08083 ലിറ്റർ ബാർ കെൽവിൻ ഇൻവേഴ്സ് സ്മോൾ ഇൻവേഴ്സ് എന്നൊരു യൂണിറ്റ് കൊടുക്കാം. ഈ വാല്യൂ കൊടുക്കുന്നത് സൊല്യൂഷന്റെ വോളിയം ലിറ്ററിലും ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ ബാർ എന്ന യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ കെൽവിനിൽ വരുന്ന സമയത്തുമാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് 0.0821 എന്നൊരു വാല്യൂയും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ ഇൻവേഴ്സ് സ്മോൾ ഇൻവേഴ്സ് എന്നൊരു യൂണിറ്റ് വരുമ്പോഴാണ്. അതായത് പ്രഷർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കോൺസ്റ്റന്റ് ആറിന് 0.0821 കൊടുക്കാം. വേറെയും വാല്യൂസ് ഒക്കെ കൊടുക്കാൻ സാധിക്കും, പക്ഷേ ഈ രണ്ട് വാല്യൂസ് കൊടുക്കുന്നത് നമുക്ക് നല്ലത്. അങ്ങനെ നമുക്ക് സൊല്യൂട്ടിന്റെ മോളാർ മാസ് ഓസ്മോട്ടിക് പ്രഷർ ഡിറ്റർമിനേഷൻ വഴി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 1 റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, 2 എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, 3 ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, 4 ഓസ്മോട്ടിക് പ്രഷർ. ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റിന്റെയും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു അൺനോൺ സൊല്യൂട്ടുകളുടെ മോളാർ മാസ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നതാണ്. ഇനി നമ്മൾ ഈ മോളാർ മാസ് ഡിറ്റർമിനേഷനിലെ ഏറ്റവും ബെസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും അത് ഓസ്മോട്ടിക് പ്രഷറാണ്. ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റിലൂടെ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്തിട്ട് അതുപയോഗിച്ച് സൊല്യൂട്ടുകളുടെ മോളാർ മാസ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്ത് ചെയ്യാം? അതെന്തുകൊണ്ടാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഓവർ അതർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this osmotic pressure can be measured under room temperature. നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ കണ്ടെത്താൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓസ്മോട്ടിക് പ്രഷർ കണ്ടെത്തുന്ന ഇക്വേഷൻ എന്തായിരുന്നു? CRT എന്നാണ് പറഞ്ഞത്. T എന്ന് പറഞ്ഞാൽ
ആ സൊല്യൂഷന്റെ ടെമ്പറേച്ചറാണ്. നമുക്ക് ഏത് ടെമ്പറേച്ചറിലും സൊല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ടെമ്പറേച്ചറിൽ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് കണ്ടെത്തുകയും ചെയ്യാം. പക്ഷേ മറ്റുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടികളായിട്ടുള്ള, ഉദാഹരണം എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റിൽ പോയെങ്കിലേ പറ്റുകയുള്ളൂ. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീസിംഗ് പോയിന്റിൽ പോകണം. ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മെൽറ്റിംഗ് പോയിന്റുമാണ്. അപ്പൊ നമ്മൾ അതിനെ ഉരുക്കണം, മെൽറ്റ് ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പോഴും ചൂടാക്കേണ്ട ആവശ്യകതയുണ്ട്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കണ്ടെത്തണമെങ്കിൽ നമുക്ക് അവിടെ ഹീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ്. അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബയോമോളിക്യൂളുകളുണ്ട്. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഏതാ? എൻസൈമുകൾ, വിറ്റാമിനുകൾ, പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ, അങ്ങനെയുള്ള ബയോമോളിക്യൂൾസ് ഉള്ള സൊല്യൂഷനുകളാണെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷനുകൾ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബയോമോളിക്യൂൾസ് ഡീകമ്പോസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡീകമ്പോസ് ചെയ്താൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ വ്യത്യാസം വരും, ആ മെഷർമെന്റ് മൊത്തത്തിൽ തെറ്റുകയും ചെയ്യും. പക്ഷേ ഓസ്മോട്ടിക് പ്രഷറിന്റെ പ്രത്യേകത എന്താ? ഈ ബയോമോളിക്യൂൾ സൊല്യൂഷൻസിന്റെ എല്ലാം റൂം ടെമ്പറേച്ചറിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ബയോമോളിക്യൂൾസ് ഹീറ്റ് ചെയ്താൽ ഡീകമ്പോസ് ചെയ്ത് പോകും. അപ്പൊ വേറെ ഏതൊരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റിലൂടെയും ബയോമോളിക്യൂൾസിന്റെ മോളാർ മാസ് ഡിറ്റർമൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ അത് തെറ്റായിരിക്കും, റോങ് വാല്യൂ ആയിരിക്കും. പക്ഷെ ഓസ്മോട്ടിക് പ്രഷർ വഴി ബയോമോളിക്യൂൾസിന്റെ മോളാർ മാസ് ഡിറ്റർമൈൻ ചെയ്താൽ എക്സാക്ട് വാല്യൂ കിട്ടും. അതുകൊണ്ട് ബയോമോളിക്യൂൾസിന്റെ മോളാർ മാസ് ഡിറ്റർമിനേഷന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏക കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഓസ്മോട്ടിക് പ്രഷറാണ്. അതാണ് ഒരു ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷന് പോലും കമ്പാരിറ്റീവ്ലി ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും. നമ്മുടെ വാല്യൂ നമ്മൾ ഇനിയിപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ നോക്കിക്കോണം. എലിവേഷൻ ഓഫ് ബോയിലിംഗ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഞാൻ പറഞ്ഞു 0.05 0.5 1 ഒക്കെ ഉള്ളൂ. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന്റെ കാര്യവും അതാണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഒക്കെ നമ്മളൊരു സാധാരണ ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ആ വാല്യൂസ് എല്ലാം വളരെ ചെറുതായിരിക്കും. ഇനി പക്ഷേ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ലാർജർ ആയ ഒരു വാല്യൂ ആയിരിക്കും ഒരു ഡൈല്യൂട്ട് സൊല്യൂഷന് പോലും കിട്ടുക. അപ്പൊ വളരെ ഡൈല്യൂട്ട് ആയ സൊല്യൂഷനുകൾ ആവുമ്പോഴത്തേന് എന്താ ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ വലിയൊരു വാല്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മെഷർ ചെയ്യുമ്പോഴും ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്തും എറർ അല്ലെങ്കിൽ തെറ്റ് കടന്നുകൂടുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. റിലേറ്റീവ് എറർ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു 5000 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മെഷർ ചെയ്തപ്പോൾ 5010 ആയിപ്പോയി, അല്ലെങ്കിൽ 4090 ആയിപ്പോയി, എന്നാൽ പോലും വലിയ റിലേറ്റീവ് എറർ വരില്ല. പക്ഷേ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ ഇപ്പൊ 0.05 ഉണ്ടായി, ആ 0.05 ഒരു 0.01 ഒക്കെ മാറിയാൽ പോലും വലിയ എറർ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം റിലേറ്റീവ് എറർ സംഭവിക്കാൻ സാധ്യത കുറവാണ് ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളത് കൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റിനായിരിക്കും കൂടുതൽ ആക്യുറേറ്റ് ആയ മോളാർ മാസിനെ തരുവാൻ സാധിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കൺക്ലൂഷൻ നടത്താൻ സാധിക്കും? എന്താ, ഒന്നാമത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓസ്മോട്ടിക് പ്രഷർ ക്യാൻ ബി മെഷേർഡ് അണ്ടർ റൂം ടെമ്പറേച്ചർ, so it can be used for the molar mass determination of biomolecules which may decompose on heating. രണ്ടാമത്തെ പറഞ്ഞു, magnitude of osmotic pressure is comparatively larger for even dilute solutions, so it can give more accurate results. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പോളിമർ സൊല്യൂഷനുകൾ. പോളിമേഴ്സിന്റെ പ്രത്യേകത നമുക്കറിയാം. ഈ പോളിമറുകൾ എന്ന് പറഞ്ഞാൽ വലിയ മോളിക്യൂളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സോലിബിലിറ്റി എന്ന് പറയുന്നത് സൊല്യൂഷനുകളിൽ വളരെ മോശമായിരിക്കും. വളരെ താഴ്ന്ന സോലിബിലിറ്റി അവർക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ സോലിബിലിറ്റി കുറഞ്ഞിരിക്കുമ്പോൾ എന്താ, വളരെ ഡൈല്യൂട്ടായ സൊല്യൂഷനുകളായിരിക്കും പോളിമർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സൊല്യൂഷനുകളുടെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റോ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റോ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഒക്കെ വളരെ സ്മോൾ ആയിരിക്കും. അങ്ങനെ വളരെ ചെറുതാകുമ്പോൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള സൊല്യൂഷനുകൾക്ക് പോലും ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി ഗ്രേറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡൈല്യൂട്ട് സൊല്യൂഷന് പോലും നല്ല വാല്യൂ ആ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പോളിമേഴ്സിന്റെ മോളാർ മാസ് ഡിറ്റർമിനേഷനും ഏത് മാത്രമേ സാധിക്കത്തുള്ളൂ? ഓസ്മോട്ടിക് പ്രഷറേ സാധിക്കത്തുള്ളൂ. ഇനി മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ ഡിപ്പെൻഡ് ചെയ്തത് മൊളാരിറ്റിയെ ആയിരുന്നു, നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ആയിരുന്നു. പക്ഷെ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റും എല്ലാം ഡിപ്പെൻഡ് ചെയ്തത് മൊളാലിറ്റിയെ ആയിരുന്നു. അപ്പം അത് ഇത്രയൊക്കെയാണ് നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയ ഓസ്മോട്ടിക് പ്രഷറിന് മറ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായി താരതമ്യപ്പെടുത്തുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മേന്മകൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഞാൻ തൊട്ടു മുമ്പേ സൂചിപ്പിച്ചിരുന്നു, ബയോമോളിക്യൂൾസ്, പോളിമേഴ്സ് പോലുള്ള ഇവരുടെ മോളാർ മാസ് ഡിറ്റർമിനേഷന് ഏറ്റവും നല്ല പാരാമീറ്റർ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ.
200 centimeter cube of an aqueous solution of a protein contains 1.26 gram of the protein. The osmotic pressure of such a solution at 300 Kelvin is found to be 2.57 into 10 raised to minus 3 bar. Calculate the molar mass of the protein. നോക്കാം, നമ്മുടെ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് കണ്ടാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതിയാവും. ഒത്തിരി ഇക്വേഷൻസ് പഠിക്കുക പ്രയാസകരമാണ്. അപ്പോൾ നോക്കുക, ഏതാ ഇക്വേഷൻ ഏതാ നോക്കുക, പൈ ഈസ് ഈക്വൽ ടു CRT കേട്ടോ. CRT നമുക്ക് എളുപ്പം പഠിക്കാം. ഇനി സി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിവിടെ കോൺസെൻട്രേഷൻ നേരിട്ട് തന്നിട്ടില്ല. ഈ ക്വസ്റ്റ്യനത്തെല്ലാം വെയിറ്റ് ഒക്കെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്നത് മൊളാരിറ്റിയാണ്. മൊളാരിറ്റിക്ക് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ സിയുടെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേതാ, WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു VL RT എന്നായി. നമുക്കിവിടെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് മോളാർ മാസ് ആണ്, MB ആണ്. അപ്പോൾ മോളാർ മാസ് MB ഈസ് ഈക്വൽ ടു WB റീഅറേഞ്ച് ചെയ്യുമ്പോൾ WB RT കണ്ടോ, ഈ പൈ ഇങ്ങ് താഴെ വരുന്നു. അപ്പം എന്താ VL ഇൻറ്റു പൈ എന്നായി മാറുകയും ചെയ്യുന്നു. സൊല്യൂട്ടിൻ്റെ വെയിറ്റ് 1.26 ആണ്. ടെമ്പറേച്ചർ 300 കെൽവിൻ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ഡിഗ്രി സെൽഷ്യസിലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ 273 ആഡ് ചെയ്ത് കെൽവിനിലോട്ട് മാറ്റാൻ മറക്കരുത്. ഇവിടെ മാത്രം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2.57 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3 ബാർ. ബാർ എന്ന യൂണിറ്റിൽ ഓസ്മോട്ടിക് പ്രഷർ തന്നതുകൊണ്ട് ബാർ എന്ന യൂണിറ്റ് വരുന്ന കറസ്പോണ്ടിങ് ആയ സൊല്യൂഷൻ കോൺസ്റ്റന്റ് ആറിന്റെ വാല്യൂ നമ്മൾ എടുക്കുന്നു. 0.083 ലിറ്റർ ബാർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഇനി വോളിയം 200 സെന്റിമീറ്റർ ക്യൂബ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ലിറ്ററിലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട് ഗ്യാസ് കോൺസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനെ നമ്മൾ കെൽവിൻ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 200നെ 1000 ഡിവൈഡ് ചെയ്യുമ്പോൾ 0.2 ലിറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ 61,039 ഗ്രാം പെർ മോൾ എന്ന് നമുക്ക് മോളാർ മാസ് കിട്ടുകയും ചെയ്യും. ഇനി നോക്കുക, വലിയ മോളാർ മാസ് ഉള്ള പോളിമറാണ് കണ്ട. അപ്പോൾ അത് ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇത്തരം പോളിമേഴ്സിൻ്റെയും ബയോമോളിക്യൂൾസിൻ്റെയും മോളാർ മാസ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, ഓസ്മോട്ടിക് പ്രഷർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. വേറെ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി പോലെ തിരിച്ചു വേണമെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടും ഉള്ള പ്രോബ്ലംസ് ഉണ്ട്, നമ്മളത് ചെയ്ത് പഠിക്കണം. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് നമുക്ക് പരിശോധിക്കാം. ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സംഗതിയാണ് ഐസോടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നൊരു കാര്യമാണ്. ഐസോ എന്ന് പറഞ്ഞാൽ അറിയാം, സെയിം എന്നാണ്. ഐസോടോണിക് സൊല്യൂഷൻസ് മീൻസ് സൊല്യൂഷൻസ് വിത്ത് സെയിം ഓസ്മോട്ടിക് പ്രഷർ. ഒരേ ഓസ്മോട്ടിക് പ്രഷർ വരുന്ന സൊല്യൂഷനുകളെ വിളിക്കുന്ന പേരാണ് ഐസോടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ ഓസ്മോട്ടിക് പ്രഷർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൊവൈഡഡ് അവിടെ എന്തുമായിരിക്കും, സെയിം ആയിട്ടുള്ള കോൺസെൻട്രേഷനും ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ആയിരിക്കും. കാര്യം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയതുകൊണ്ട്. അപ്പോൾ ഒരേ ഓസ്മോട്ടിക് പ്രഷറും ഒരേ കോൺസെൻട്രേഷനും വരുന്ന സൊല്യൂഷനുകളെ വിളിക്കുന്ന പേരാണ് ഐസോടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഈ ഐസോടോണിക് സൊല്യൂഷനുകളെ നമ്മളൊരു സെമി പെർമിബിൾ മെമ്പറൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്നുള്ള പ്രഷറും സിമിലർ ആയതുകൊണ്ട് തന്നെ അവിടെ ഫ്ലോ ഓഫ് സോൾവെന്റ് ബിറ്റ്വീൻ the two solution not takes place. അവിടെ ഓസ്മോസിസ് നടക്കില്ല. ഐസോടോണിക് സൊല്യൂഷനുകളെ നമ്മളൊരു സെമി പെർമിബിൾ മെമ്പറൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ. ഈ ഐസോടോണിക് സൊല്യൂഷന് കൊടുക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏറ്റവും ബെറ്റർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ബ്ലഡ്, മനുഷ്യന്റെ ബ്ലഡ്. ഹ്യൂമൻ ബ്ലഡ് ഈസ് ഐസോടോണിക് വിത്ത് 0.9% സലൈൻ സൊല്യൂഷൻ. 0.9% ഉപ്പുവെള്ളവും മനുഷ്യരക്തവും മനുഷ്യന്റെ ബ്ലഡും ഐസോടോണിക് ആണ്. അതായത് ഇപ്പോൾ ഈ രണ്ട് സൊല്യൂഷനുകളെ നമ്മളൊരു സെമി പെർമിബിൾ മെമ്പറൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സോൾവെന്റിന്റെ എക്സ്ചേഞ്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവെന്റിന്റെ എക്സ്ചേഞ്ച് ഈ മെമ്പറൈൻ സെമി പെർമിബിൾ മെമ്പറൈൻ വഴി സംഭവിക്കത്തില്ല. അപ്പോൾ ഇതിനൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ ഇൻട്രാവെനസ് ഇഞ്ചക്ഷൻ മെഡിസിനുകൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യും, ആ ഇഞ്ചക്ഷൻ സിറിഞ്ചിനകത്ത് മെഡിസിൻ മാത്രമല്ല അവർ ഫില്ല് ചെയ്യുന്നത്, വേറൊരു ബോട്ടിൽ നിന്നും എന്ത് ചെയ്യും, ഒരു കോമൺ ആയിട്ടൊരു സൊല്യൂഷനും കൂടെ എടുക്കുന്ന നമുക്ക് കണ്ടിട്ടുണ്ടാവും. അതെന്ന് പറയുന്നത് ഈ 0.9% സലൈൻ സൊല്യൂഷനാണ്, ഉപ്പുവെള്ളമാണ്. അതെന്തിനാണ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരുന്നിനെ നമ്മൾ ഈ 0.9% സലൈൻ സൊല്യൂഷനുമായിട്ട് മിക്സ് ചെയ്ത് മാത്രമേ നമ്മൾ ബ്ലഡിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ഓസ്മോട്ടിക് പ്രഷറിൽ വ്യത്യാസം ഉണ്ടാവും, കോൺസെൻട്രേഷന് വ്യത്യാസം ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും,
സോൾവെന്റിന്റെ ബ്ലഡ് സെൽസിന്റെ നിന്നും ഔട്ട്ഫ്ലോയോ അല്ലെങ്കിൽ ബ്ലഡ് സെൽസിന്റെ ഇൻഫ്ലോയോ സോൾവെന്റ് സംഭവിക്കുകയും അത് എന്ത് ചെയ്യും, ബ്ലഡ് കോർപ്പസൽസിന്റെ ഷ്രിങ്കേജ് അല്ലെങ്കിൽ സ്വെല്ലിങ്ങിന് കാരണമാകും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും, ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദി സ്വെല്ലിങ്ങും അതുപോലെ ഷ്രിങ്കേജ്, ഏതാണ് സംഭവിക്കുക നമുക്ക് പറയാൻ കഴിയത്തില്ല, അത് ആ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ സ്വെല്ലിംഗ് ഓർ ഷ്രിങ്കേജ് ഓഫ് ബ്ലഡ് സെൽസ്, intravenous injection medicines are always mixed with 0.9% saline solution, because this human blood and 0.9% saline solution are isotonic എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കാം, ഐസോട്ടോണിക് സൊല്യൂഷൻ നമുക്ക് മനസ്സിലായി, ഒരേ ഓസ്മോട്ടിക് പ്രഷറും ഒരേ കോൺസെൻട്രേഷനും ഉള്ള സൊല്യൂഷൻ ഐസോട്ടോണിക് ആണ്. എക്സാമ്പിൾ ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഹ്യൂമൻ ബ്ലഡും 0.9% NaCl സൊല്യൂഷൻ. ഇനി അതുപോലെ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനുകളുണ്ട്. ഹൈപ്പർട്ടോണിക് സൊല്യൂഷനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ സൊല്യൂഷൻസ് വിത്ത് ഗ്രേറ്റർ ഓസ്മോട്ടിക് പ്രഷർ ദാൻ എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. നമുക്കൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ് സൊല്യൂഷനേക്കാൾ ഓസ്മോട്ടിക് പ്രഷറും കോൺസെൻട്രേഷനും കൂടിയ സൊല്യൂഷനുകൾ കണ്ടോ. ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ കണ്ടോ, കൂടിയ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയും, കൂടിയത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഞാനൊരു സൊല്യൂഷൻ പരിഗണിക്കുന്നു. നമ്മൾ സാധാരണ കുറച്ചു മുമ്പേ ഐസോട്ടോണിക്കിന് വേണ്ടി പരിഗണിച്ചത് 0.9% സലൈൻ സൊല്യൂഷൻ ആണല്ലോ. അപ്പൊ ആ 0.9% നമ്മൾക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പരിഗണിക്കാം. അപ്പൊ അതിനേക്കാൾ കോൺസെൻട്രേഷൻ കൂടിയ ഇപ്പൊ 2% NaCl സൊല്യൂഷൻ അല്ലെങ്കിൽ 0.9% NaCl സൊല്യൂഷനേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള ഏത് സലൈൻ സൊല്യൂഷൻ എടുത്താലും ആ സലൈൻ സൊല്യൂഷനുകളെല്ലാം ഹൈപ്പർട്ടോണിക് ആണ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ 0.9. ഇപ്പൊ നോക്കുന്ന ഞാനിപ്പോ ഇതിനകത്ത് കുറച്ച് ബ്ലഡ് സെല്ലുകൾ എടുത്തിട്ടേക്കുക. ബ്ലഡ് സെല്ലുകൾ എന്ന് പറയുമ്പോൾ ബ്ലഡ് സെല്ലുകൾ ആരുടെ കോൺസെൻട്രേഷൻ ഇക്വലന്റ് ആണ്, 0.9% ഇക്വലന്റ് ആണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ബ്ലഡ് സെല്ലുകൾ നമ്മൾ 2% NaCl സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ബ്ലഡ് സെല്ലിന്റെ മെമ്മറൈൻ സെമി പെർമിയബിൾ ആണ്. ഇതിനകത്ത് ഇപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ 0.9 ഇക്വലന്റ് ആണ്. വെളിയിലാണെങ്കിൽ 2%. അപ്പൊ ഓസ്മോസിസ് നമ്മൾ എന്തോ മനസ്സിലാക്കിയിട്ടുള്ളത്, ഡൈലൂട്ട് സൊല്യൂഷനിൽ നിന്നാണ് കോൺസെൻട്രേറ്റഡിലോട്ട് സോൾവെന്റ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ ഡൈലൂട്ട് എവിടെയാ, ബ്ലഡ് സെൽസിനകത്ത് ഡൈലൂട്ടാ, 0.9 ഇക്വലന്റാ. അപ്പൊ എന്ത് ചെയ്യും, ഇത് ബ്ലഡ് സെൽസിനകത്ത് നിന്ന് സോൾവെന്റിന്റെ ഔട്ട്ഫ്ലോ ഉണ്ടാകും മെമ്മറൈനിലൂടെ. അപ്പൊ എന്ത് ചെയ്യും, ബ്ലഡ് സെല്ലുകൾ അവിടെ ഷ്രിങ്ക് ചെയ്യുന്നതിന് കാരണമാകും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും, when blood cells are placed in hypertonic solutions, what happens, blood cells get shrink due to the outflow of solvent through osmosis. ഇനി അതുപോലെ തിരിച്ച് ചിന്തിക്കാൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനുകളുണ്ട്. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് വിത്ത് ലോവർ കോൺസെൻട്രേഷൻ ആൻഡ് ലോവർ ഓസ്മോട്ടിക് പ്രഷർ ദാൻ എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഇപ്പൊ നമ്മളത് ഇതിനകത്ത് ഇപ്പോൾ ഒരു 0.05% NaCl സൊല്യൂഷൻ എടുത്തു വെച്ചിരിക്കുകയെന്ന് കരുതുക. ഇതിലേക്ക് നമ്മൾ പഴയതുപോലെ ബ്ലഡ് സെല്ലുകൾ ഇടുന്നു. അപ്പൊ ബ്ലഡ് സെല്ലിന്റെ അകത്തുള്ള കോൺസെൻട്രേഷൻ നമുക്കറിയാം 0.9 ആണ്. 0.9 ഐസോട്ടോണിക് അങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ടെത്തിയത്. അപ്പൊ 0.9% സലൈൻ സൊല്യൂഷൻ ഇക്വലന്റ് ആണ് ബ്ലഡ് സെൽസിന്റെ ഇന്നർ സൈഡിലുള്ള കമ്പോണന്റിന്റെ കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ when blood cells are placed in a solution having concentration lower than 0.9% and then such solutions are said to be hypertonic to blood cells. അപ്പൊ എന്താ, ഇവിടെ വെളിയിലെ കോൺസെൻട്രേഷൻ 0.05 അകത്ത് കോൺസെൻട്രേഷൻ എന്താണ് 0.9 ആണ്. അപ്പൊ 0.9 ആകുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്, ഡൈലൂട്ടിൽ നിന്നും കോൺസെൻട്രേറ്റഡിലോട്ടാണ് സോൾവെന്റ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസിൽ നമ്മൾ ബ്ലഡ് സെൽസ് വരുമ്പം അതിന്റെ എക്സ്റ്റീരിയറിൽ മറ്റേ പാർട്ടിക്കിളിന്റെ എക്സ്റ്റീരിയറിലാണെങ്കിൽ 0.05% ഉള്ളൂ, അല്ലെങ്കിൽ 0.9 കുറവാണ്, ഡൈലൂട്ടഡ് ആണ്. അപ്പം സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ ഇൻസൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സെൽസിന്റെ അകത്ത് ഇപ്പൊ 0.9 ആണ്, കോൺസെൻട്രേറ്റഡ് ആണ്. അങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഓസ്മോസിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം ഡൈലൂട്ടിൽ നിന്നും കോൺസെൻട്രേറ്റഡിലോട്ടാണ് സോൾവെന്റ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ബ്ലഡ് സെൽസിന്റെ എക്സ്റ്റീരിയറിൽ നിന്നും ഇന്റീരിയറിലേക്ക് വാട്ടർ മോളിക്യൂളുകൾ മെമ്മറൈൻ കടന്ന് ചെല്ലുകയും ഈ ബ്ലഡ് സെല്ലുകൾ സ്വെൽ ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് എങ്ങനെ കൺക്ലൂഷൻ നടത്താൻ സാധിക്കും, ഹൈപ്പോട്ടോണിക് സൊല്യൂഷനുകളിൽ ബ്ലഡ് സെൽസ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്താ, ഇൻഫ്ലോ ഓഫ് സോൾവെന്റിന്റെ സംഭവിക്കുന്നത് കൊണ്ട് സ്വെല്ല് ചെയ്യുന്നതിനും, അതേപോലെ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനുകളിൽ നമ്മൾ ബ്ലഡ് സെൽസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്ഫ്ലോ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് ബ്ലഡ് സെല്ലുകൾ എന്ത് ചെയ്യും, ഷ്രിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് 3 സൊല്യൂഷൻസ്, ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക്.
അപ്പോൾ നമ്മൾ ഓസ്മോസിൻ്റെയും ഓസ്മോട്ടിക് പ്രഷറിൻ്റെയൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിലും പറയുന്നു. ഇനി അതിൻ്റെ കൺക്ലൂഷനിലേക്ക് ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കട്ടെ. നമുക്കറിയാം ഈ പല ഫുഡ്, അതായത് പിന്നെ മാങ്ങയും അതുപോലെ മീനും ഒക്കെ ഉപ്പിട്ട് സൂക്ഷിക്കും. അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്തൊക്കെ പ്രിസർവ് ചെയ്യും. ഇങ്ങനെ പ്രിസർവ് ചെയ്യുമ്പോഴത്തേന് എന്താ, അത് ഡീക്കേ ചെയ്യത്തില്ല. ഡീക്കേ ചെയ്യാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞ് ഇപ്പം ഉപ്പിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ നല്ല, അല്ലെങ്കിൽ ആ ഒരു ഫുഡ് സ്റ്റഫ് ഇപ്പം എന്താ നല്ല കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനായിട്ട് നിലനിൽക്കുക. കാര്യം എന്താ, സാൾട്ടഡ് അല്ലെങ്കിൽ ഷുഗേർഡ് ആകുമ്പോൾ നല്ലൊരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്. ഇനി ഏതൊരു ഫുഡ് സ്റ്റഫും ഡീക്കേ ചെയ്യുന്നതിന് കാരണം ഏതാണ്? ബാക്ടീരിയയാണ്. ബാക്ടീരിയ ഇൻവേഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് ഡീക്കേ ചെയ്യും. ഇനി നമ്മൾ ഈ ഉപ്പിട്ടോ അല്ലെങ്കിൽ ഷുഗർ ചെയ്തോ വെച്ചേക്കുന്ന ഒരു ഫുഡ് സ്റ്റഫ് ഉണ്ടെങ്കിൽ ബാക്ടീരിയ വരുന്ന സമയത്ത്, ഇതിനെ ഡീക്കേ ചെയ്യാൻ വേണ്ടി ബാക്ടീരിയ ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, ബാക്ടീരിയ നമുക്കറിയാം ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. അതിനകത്ത് മൊത്തം നല്ല വാട്ടറാണുള്ളത്. നല്ല വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ബാക്ടീരിയയുടെ ബോഡിക്കകത്ത് കൂടുതലാണ്. വെളിയിലോ നമ്മളിപ്പം ഉപ്പിട്ട് വെച്ചേക്കുന്ന ഉപ്പുമാങ്ങയോ അല്ലെങ്കിൽ ഉണക്കമീനോ ഒക്കെ ആണെങ്കിൽ എന്താ, ഇപ്പം നല്ല, ഞാൻ പറഞ്ഞു ഉപ്പിട്ട് വെച്ചേക്കുന്ന നല്ല സൊല്യൂഷനായിട്ട് നിൽക്കുക, കോൺസെൻട്രേറ്റ് സൊല്യൂഷനായിട്ട് നിൽക്കുക. അപ്പോൾ ബാക്ടീരിയ വന്ന് ഇതിനെ ഡീക്കേ ചെയ്യാൻ ശ്രമിക്കും. എന്ത് സംഭവിക്കും? ഈ ഓസ്മോസിസ് കാരണം ബാക്ടീരിയയുടെ ഇന്നർ സൈഡിലുള്ള വാട്ടർ മൊത്തം എന്ത് ചെയ്യും? ലോസ് ആവും. അത് പുറത്തേക്ക് ഫ്ലോ ചെയ്യും, മെമ്മറയും കടന്നു വരികയും ബാക്ടീരിയ എന്ത് ചെയ്യും? ചത്തുപോകുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പച്ചമീൻ വെച്ചാൽ പെട്ടെന്ന് ഡീക്കേ ചെയ്ത് പോകും. പക്ഷേ ഉണക്കമീനാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഡീക്കേ ചെയ്യത്തില്ല. കാര്യം നല്ല ഉപ്പിട്ട് വെച്ചേക്കുക. അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഷുഗർ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെയൊക്കെ റീസൺ ഇതാ. പക്ഷേ ഒപ്പം ഒരു കാര്യം കൂടെ ഓർക്കുക, ഈ ഉപ്പ് കലർന്ന ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുടെ ഇന്റർസെല്ലുലാർ സ്പേസിലൊക്കെ എന്ത് ചെയ്യും? ഈ ഓസ്മോസിസ് നിമിത്തം എന്ത് ചെയ്യും? ഫ്ലൂയിഡുകൾ എന്താ റീറ്റെൻഡ് ചെയ്യുന്നതിന്, കെട്ടിക്കിടക്കുന്നതിന് കാരണമാകും. ഈ ഒരു അസുഖത്തിനെ വിളിക്കുന്ന പേരാണ് എഡീമ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുള്ളതായിട്ട് നമുക്ക് പറയാം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റുകളുടെ എല്ലാം ഏറ്റവും സുപ്രധാനമായ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് മോളാർ മാസ് ഓഫ് അൺനോൺ സൊല്യൂട്ട്സ് ആണ്. പക്ഷേ ചില പ്രത്യേക സിറ്റുവേഷനുകളിൽ ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റിലൂടെ നമ്മൾ കണ്ടെത്തുന്ന മോളാർ മാസ് എന്ന് പറയുന്നത് സൊല്യൂട്ടുകളുടെ ആക്ച്വൽ മോളാർ മാസുമായിട്ട് ഒത്തുപോകില്ല. അതായത് നമ്മുടെ യഥാർത്ഥ മോളാർ മാസിനേക്കാൾ വളരെയധികം വലിയ വാല്യൂ ആയിട്ട് നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റിലൂടെ മോളാർ മാസ് ലഭിക്കുന്നു. അല്ലെങ്കിൽ വാല്യൂ എന്തായിരിക്കും? വളരെ ചെറുതായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റിലൂടെ ലഭിക്കുന്ന തെറ്റായ മോളാർ മാസുകളെ വിളിക്കുന്ന പേരാണ് അബ്നോർമൽ മോളാർ മാസ്. അല്ലെങ്കിൽ മോളാർ മാസ് നമുക്ക് അബ്നോർമൽ ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ചെറിയ ഡിഫറൻസ് അല്ല, വലിയ ഇരട്ടിയോളം അല്ലെങ്കിൽ പകുതിയോളം അങ്ങനെയൊക്കെയുള്ള ചേഞ്ച് നമ്മൾ മോളാർ മാസിൽ സംഭവിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ മോളാർ, എപ്പോഴാണ് ഈ അബ്നോർമൽ മോളാർ മാസ് ആവുന്നത് നമുക്ക് നോക്കാം. ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അണ്ടർഗോ ഡിസോസിയേഷൻ. നമുക്ക് ചിലപ്പോൾ ചില സൊല്യൂട്ട് സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് സൊല്യൂഷൻ ആകുന്ന സമയത്ത് ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾ സൊല്യൂഷൻ വെച്ച് ഡിസോസിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ളതല്ല നമ്മുടെ അയോണിക് സോളിഡുകളാണ്. നമ്മൾ കണ്ടോ, നമ്മൾ ഇത്രയും സമയം ചർച്ച ചെയ്തപ്പോഴെല്ലാം സൊല്യൂട്ടുകൾ പറഞ്ഞപ്പോൾ നമ്മൾ എപ്പോഴും യൂറിയയും ഗ്ലൂക്കോസും കെയിൻ ഷുഗറും ഒക്കെയാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്തത്. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം സൊല്യൂട്ടുകൾ എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. കണ്ടോ, നമുക്കറിയാം. സോ വെനെവർ സോഡിയം ക്ലോറൈഡ് ഈസ് പുട്ട് ഇൻ വാട്ടർ, ഇത് ഡിസോസിയേറ്റ് ടു ഇറ്റ്സ് അയോൺസ്. അതുപോലെയാണ് കാൽസ്യം ക്ലോറൈഡോ അല്ലെങ്കിൽ ഇപ്പോൾ കാൽസ്യം ക്ലോറൈഡ് ആണെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 പാർട്ടിക്കിളുകളായിട്ട് 3 അയോൺസ് ആയിട്ട് മാറും. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിളുകളെ മാത്രമാണ്. അത് ആറ്റമാണോ അയോണാണോ മോളിക്കൂളാണോ എന്നുള്ളത് ബാധകമല്ല. അല്ലെങ്കിൽ അതിന്റെ സൈസിനെയോ അതിന്റെ മാസിനെയോ ഒന്നും ഇവിടെ ബാധകമല്ല. അപ്പം നമ്മൾ ഒരു സോഡിയം ക്ലോറൈഡ് എന്ന് കരുതുന്ന പാർട്ടിക്കിൾ സൊല്യൂഷനിൽ ചെല്ലുമ്പോൾ 2ആയി മാറുന്നു, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുന്നു. ഒരു കാൽസ്യം ക്ലോറൈഡ് മോളിക്കൂളും നമ്മൾ കരുതുന്ന ആള് സൊല്യൂഷനിൽ ചെല്ലുമ്പോൾ 3ആയിട്ട് മാറുന്നു. ഇങ്ങനെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിളുകൾ കൂടും. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടിക്കഴിഞ്ഞാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കൂടും. ഓസ്മോട്ടിക് പ്രഷറും എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റും എല്ലാം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇനി നമുക്കറിയാം, ഈ പറയുന്ന മോളാർ മാസ് എന്ന് പറയുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ. നമ്മൾ ഏത് എക്സ്പ്രഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും മോളാർ മാസും കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഇൻവേഴ്സലി റിലേറ്റഡ് ആയിട്ടാണ് എക്സ്പ്രഷനിൽ കിടക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുകയാണെങ്കിൽ തത്ഫലമായിട്ട് നമുക്ക് കാൽക്കുലേറ്റഡ് മോളാർ മാസ് എന്ന് പറയുന്നത് അത്രത്തോളം കുറയുകയും ചെയ്യും. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അണ്ടർഗോ എനി ഡിസോസിയേഷൻ
number of solute particles increases, then colligative property increases, then the observed molar mass or calculated molar mass will be much lower than the actual molar mass എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തൊരു പോസിബിലിറ്റി എന്താണ്? if solute particles undergo association, ചില സാഹചര്യത്തിലാണെങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിളുകൾ അസോസിയേറ്റ് ചെയ്യും. അതായത് ഇപ്പം ബെൻസോയിക് ആസിഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചില സോൾവെന്റിലാണെങ്കിൽ ഡൈമറൈസ് ചെയ്യും, ചിലപ്പോൾ ട്രൈമർ ആവും, കാരണം ഒട്ടിയൊക്കെ കിടക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? അങ്ങനെ അസോസിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ എന്ത് ചെയ്യും? ഡിക്രീസ് ഉണ്ടാകും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ട് ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? മോളാർ മാസ്, ആ കാൽക്കുലേറ്റഡ് മോളാർ മാസ് എന്ന് പറയുന്നത് ആക്ച്വൽ മോളാർ മാസിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കുകയും ചെയ്യും. അപ്പം രണ്ടു തരത്തിലാണ് പറഞ്ഞ്, നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മോളാർ മാസിനേക്കാൾ വളരെ ചെറിയ മോളാർ മാസോ വളരെ വലിയ മോളാർ മാസോ എപ്പോൾ ലഭിക്കുമെന്ന് ചോദിച്ചാൽ സൊല്യൂട്ട് പാർട്ടിക്കിൾക്ക് ഡിസോസിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റഡ് മോളാർ മാസ് എന്ന് പറയുന്നത് ആക്ച്വൽ മോളാർ മാസിനേക്കാൾ കുറവായിരിക്കും. ഇനി സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അസോസിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്റഡ് മോളാർ മാസ് എന്ന് പറയുന്നത് ആക്ച്വൽ മോളാർ മാസിനേക്കാൾ ഒരുപാട് വലുതായിരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം മോളാർ മാസിനെ വിളിക്കുന്ന പേരാണ് അബ്നോർമൽ മോളാർ മാസ്. ഇനി അടുത്തതായിട്ടൊരു ഒരു പോയിന്റ് ആണ് വാൻ ടി ഹോഫ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം ആണ് സ്മോൾ ലെറ്റർ ഐ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയായിരുന്നു, ഇഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അണ്ടർഗോ എനി അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ദെൻ ദി കാൽക്കുലേറ്റഡ് മോളാർ മാസ് ബിക്കം അബ്നോർമൽ. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു വന്ന ഇക്വേഷനുകളൊന്നും ഈ പറയുന്ന അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിളുള്ള സൊല്യൂഷന് ആപ്ലിക്കബിൾ അല്ലാതെയായി മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെറിയൊരു കറക്ഷൻ ഫാക്ടർ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ നമുക്ക് എല്ലാത്തരം സൊല്യൂഷനുകൾക്ക് നമുക്ക് ഉപയോഗപ്രദമാക്കി മാറ്റാം. അതിനുവേണ്ടി ഒരു ടേം ആണ് വാൻ ഹോഫ് ഫാക്ടർ ഐ എന്ന് പറയുന്നത്. ഐ ഈസ് ദി റേഷ്യോ ഓഫ് നോർമൽ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് ടു അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയാം. അതായത് ഏതൊരു സൊല്യൂട്ടിന് യഥാർത്ഥത്തിൽ ഒരു മോളാർ മാസ് ഉണ്ടാകും, ആ മോളാർ മാസ് ഡിവൈഡഡ് ബൈ നമുക്ക് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റിലൂടെ ലഭിച്ച തെറ്റായ മോളാർ മാസ് അഥവാ അബ്നോർമൽ മോളാർ മാസും തമ്മിലുള്ള റേഷ്യോയെ വിളിക്കുന്ന പേരാണ് ഐ. അല്ലെങ്കിൽ വേറെയും പറയാം, നമുക്കറിയാം മോളാർ മാസും കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയതുകൊണ്ട് ഓർ ഐ ഈസ് ഈക്വൽ ടു ദിസ് observed value of colligative property divided by the theoretical value of colligative property. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂവിനെ ഇനി അസോസിയേഷനോ ഡിസോസിയേഷനോ ഒന്നും സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ കിട്ടേണ്ടിയിരുന്ന ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടാവും. ഓസ്മോട്ടിക് പ്രഷറോ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഒക്കെ ഉണ്ടാവും. ആ ഒരു റേഷ്യോയെ നമുക്ക് എന്ത് ചെയ്യാം? ഐ എന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഐയുടെ വാല്യൂ വെച്ച് നമുക്ക് ചില പ്രഡിക്ഷൻസ് നടത്താൻ സാധിക്കും. ഇപ്പൊ സപ്പോസ് ഐയുടെ വാല്യൂ 1 ആണെന്നിരിക്കട്ടെ. ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ നോർമൽ മോളാർ മാസും കണ്ടോ ഈ പറയുന്ന ഒബ്സർവ്ഡ് മോളാർ മാസ്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ അബ്നോർമൽ ആകാറുണ്ട്. അപ്പോൾ ആ ഒബ്സർവ്ഡ് മോളാർ മാസും സെയിം ആയി വന്നു എന്നുള്ള സൂചനയാണ്. എന്ന് പറഞ്ഞാൽ ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അണ്ടർഗോ നോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഒരു സൊല്യൂട്ട് പാർട്ടിക്കിളുകൾ അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഐയുടെ വാല്യൂ 1 ആയിരിക്കും. നോർമൽ മോളാർ മാസും ഒബ്സർവ്ഡ് മോളാർ മാസും സെയിം ആയിരിക്കും. ഇനി ചില പ്രത്യേക സിറ്റുവേഷനിലാണെങ്കിൽ ഐയുടെ വാല്യൂ 1-നേക്കാൾ കൂടും. നമ്മൾ ഒബ്സർവ്ഡ് മോളാർ മാസ് നോർമൽ മോളാർ മാസിനെക്കാട്ടിയും വർദ്ധിക്കുന്നത് എപ്പോഴാണ്? സൊല്യൂട്ട് പാർട്ടിക്കിളുകൾ ഡിസോസിയേഷൻ നടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വെൻ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അണ്ടർഗോ ഡിസോസിയേഷൻ വാട്ട് ഹാപ്പൻസ്? ദിസ് ഒബ്സർവ്ഡ് മോളാർ മാസ് ഓർ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത് നോർമൽ മോളാർ മാസിനേക്കാൾ കുറവായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ഈ റേഷ്യോയുടെ വാല്യൂ എന്തായിരിക്കും? 1-നേക്കാൾ കൂടുതലായിരിക്കും. അപ്പം വെൻ ഐ ഈസ് ഗ്രേറ്റർ ദാൻ 1 വി ക്യാൻ കൺക്ലൂഡ് that dissociation of solute takes place. ഇനി അതുപോലെ തിരിച്ച് ഐ എന്താവും? ലെസ് ദാൻ 1 ആവും. ഐ ലെസ് ദാൻ 1 ആവുന്നത് എപ്പോഴാണ്? സൊല്യൂട്ട് പാർട്ടിക്കിളുകൾ അസോസിയേഷൻ സംഭവിക്കുമ്പോഴാണ് ഐയുടെ വാല്യൂ ലെസ് ദാൻ 1 ആകുന്നത്. അതെങ്ങനെയാ? ആലോചിച്ച് നോക്കൂ. അസോസിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഒബ്സർവ്ഡ് മോളാർ മാസ് അല്ലെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റിലൂടെ ലഭിക്കുന്ന മോളാർ മാസ് എന്ന് പറയുന്നത് ആക്ച്വൽ മോളാർ മാസിനേക്കാൾ വലുതായിരിക്കും. വലുതാകുമ്പോൾ ഈ റേഷ്യോയിലെ ഡിനോമിനേറ്റർ കൂടിയാൽ വാല്യൂ എന്താവും? 1-നേക്കാൾ ചെറുതാവും. അപ്പോൾ അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് നടന്നു നമുക്ക് പറയാൻ പറ്റും. നോക്കൂ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ വാൻ ഹോഫ് ഫാക്ടറും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ സൊല്യൂട്ടുകൾ അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P0A മൈനസ് PS ഡിവൈഡഡ് ബൈ P0A ഈസ് ഈക്വൽ ടു Chi B എന്നായിരുന്നു. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു?
അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഐയുടെ വാല്യൂം വിടുക എന്നുണ്ടെങ്കിൽ നമുക്കിനി ആ ഒരു പ്രശ്നം, ആ ഡിസോസിയേഷനോ അസോസിയേഷനോ മൂലം സംഭവിക്കുന്നത് മൂലമുള്ള അബ്നോർമൽ മോളാർ മാസിന് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ സൊല്യൂട്ട് അയോണിക് സാൾട്ടുകളോ അല്ലെങ്കിൽ അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുന്ന ഒരു സൂചന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ഐയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത് കോമ്പൻസേറ്റ് ചെയ്യപ്പെട്ടോളും, ആ ഇക്വേഷൻ കറക്റ്റ് ചെയ്യപ്പെട്ടോളും. അതുപോലെ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി പൈ ഈസ് ഈക്വൽ ടു ഐ സി ആർ ടി. ഇനി ആലോചിച്ച് നോക്കൂ, ഒരു പക്ഷേ ഡിസോസിയേഷനോ അസോസിയേഷനോ സംഭവിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഐയുടെ വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് 1 ആണ്. അപ്പോൾ ഈ ഐ ടേം അങ്ങ് വാനിഷ് ആവും, നമ്മുടെ ഇക്വേഷൻ പഴയ ഫോമിലേക്ക് പോകും. ഇനി അതല്ല അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഐയുടെ വാല്യൂ കൂടെ അവിടെ വരും. ഇനി ചിലപ്പോൾ നമുക്ക് പലപ്പോഴും കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്ന് പറയാറുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സാധാരണ ഈ അയോണിക് ആയിട്ടുള്ള സൊല്യൂട്ടുകൾ, സാൾട്ടുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പം സോഡിയം ക്ലോറൈഡ് ആണ് അക്വസ് മീഡിയത്തിൽ ഇടുകയാണെങ്കിൽ ഇറ്റ് ഡിസോസിയേറ്റ് ടു Na+ ആൻഡ് Cl-. കണ്ടോ, അപ്പോൾ ഏകദേശം 99% ഡിസോസിയേറ്റ് ചെയ്യുന്ന സാൾട്ട്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഫ്രാഗ്മെന്റ് ഉണ്ടായി? 2 പേരല്ലേ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐക്ക് വരാവുന്ന നമുക്കറിയാം ഡിസോസിയേഷൻ നടക്കുകയാണെങ്കിൽ ഐയുടെ വാല്യൂ എപ്പോഴും 1-നേക്കാൾ കൂടുതലാണ്, നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ എവിടം വരെ നമുക്ക് ഐയുടെ വാല്യൂ വർദ്ധിച്ചു വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യുമ്പം എത്ര അയോണിക് ഫ്രാഗ്മെന്റുകൾ കിട്ടുമോ അവിടം വരെ ആയിരിക്കും ഐയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ കണ്ടോ, ഒരു Na+ ഒരു Cl- വന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐയുടെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കോംപ്ലക്സ് എഴുതുകയാണ്, K4 FeCN6 എന്നൊരു കോംപ്ലക്സ് എഴുതുന്നു. ഒരു കോംപ്ലക്സ് ആണ്. ഇത് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 4 പൊട്ടാസ്യം അയോൺ കിട്ടും, 4 K+ അയോണും കിട്ടും. പിന്നെ ഇതൊരു കോംപ്ലക്സ് ആണ്, അത് ഒരു ഫ്രാഗ്മെന്റ് ആയിട്ടേ നിൽക്കുകയുള്ളൂ. FeCN6 4- എന്ന് പറയുന്ന ഒരു ഫ്രാഗ്മെന്റുമായിട്ടേ കിട്ടൂ. അപ്പം മൊത്തം എത്ര ഫ്രാഗ്മെന്റാ ഉള്ളത്? 4 1 5. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന K4 FeCN6 എന്ന് പറഞ്ഞ ഒരു സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത സൊല്യൂഷന് വരാവുന്ന മാക്സിമം ഐ വാല്യൂ എന്ന് പറയുന്ന n തുല്യമാണെന്ന് ഞാൻ പറഞ്ഞു. അത് എത്ര ആയിരിക്കും? 5 ആയിരിക്കും. അപ്പം ഓർക്കുക, ഡിസോസിയേറ്റ് ചെയ്യുമ്പം നമ്പർ ഓഫ് പാർട്ടിക്കിളുകൾ കൂടും. ഐക്ക് വരാവുന്ന, ഐ എന്ന് പറഞ്ഞ വാൻ ഹോഫ് ഫാക്ടറിന് വരാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ആ എന്നിന്റെ വാല്യൂന് ഈക്വലന്റ് ആയിരിക്കും. അസോസിയേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1-നേക്കാൾ കുറവായിരിക്കും, അല്ല 0.5 0.4 ഒക്കെ ആയിരിക്കും ഐക്ക് വരാൻ സാധിക്കുന്നത്. സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടൊരു ചാപ്റ്ററാണ്. നമുക്ക് ഒരുപാട് ഇക്വേഷനുകൾ ഇതിനകത്തുണ്ട്. അപ്പം ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കുക, അതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനുകൾ, പ്രോബ്ലം അറ്റംപ്റ്റ് ചെയ്യുമ്പം ഇക്വേഷൻ എഴുതുക, അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഇക്വേഷനുകൾ പഠിച്ച് പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് ഈ ചാപ്റ്ററുകൾ നന്നായിട്ട് ശ്രമിക്കുക. ടെക്സ്റ്റിലൊക്കെ ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട്, ചെയ്ത് പഠിക്കുക. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.